ക്രിസ്തുമസ് പ്രസംഗം. പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ലോകം മുഴുവൻ സന്തോഷത്തോടെയും ആവേശത്തോടെയും ആഘോഷിക്കുന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. ഡിസംബർ 25 ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ആഘോഷം. ക്രിസ്ത്യാനികളും ക്രൈസ്തവരും ഈ ആഘോഷം ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിൻ്റെ മാത്രമല്ല, ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കൂടി ആഘോഷമാണ്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹവും ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ദിവസം നമ്മുടെ വീടുകളും സ്കൂളുകളും നക്ഷത്രങ്ങളും പുൽക്കൂടും കൊണ്ട് അലങ്കരിക്കുന്നു. സാന്താക്ലോസ് കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി വരുന്നതും ക്രിസ്തുമസിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന സാന്താക്ലോസിൻ്റെ ശീലം നാം സ്വീകരിക്കണം. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം സ്നേഹവും ദയയും പങ്കുവയ്ക്കലുമാണ്. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം, സാധുക്കളെ സഹായിക്കാം, സന്തോഷത്തോടെ പെരുമാറാം. യേശുക്രിസ്തു നമുക്ക് സ്നേഹത്തിൻ്റെയും ദയയുടെയും ക്ഷമയുടെയും പാഠങ്ങളാണ് നൽകിയത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് ആ സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കാം. ഈ ക്രിസ്തുമസ് കാലം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും പ്രകാശവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ വിശുദ്ധ ദിനം ആഘോഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്തുമസ് ആശംസകൾ. നന്ദി, നമസ്കാരം.